എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഈ വണ്ടിയല്ല, ഹോണ്ടയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനം നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പം എന്താണ് വരാത്തതെന്നൊക്കെ നോക്കിയിരുന്ന് ഒരുപാട് കാലത്തിന് ശേഷം പല കമ്പനികളും, അതായത് സ്റ്റാർട്ടപ്പ് കമ്പനികൾ പോലും ഇന്ത്യയിൽ വന്നിട്ട് ഇലക്ട്രിക് വണ്ടി ഇറക്കി അവരുടെ സക്സസ് ആയി വന്ന സമയത്ത് പോലും ഹോണ്ട എന്തുകൊണ്ട്, കാരണം ഹോണ്ട എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെടുന്ന സ്കൂട്ടർ നമുക്ക് നിലവിലുള്ളത് ഹോണ്ടയാണ്. അവരെന്തുകൊണ്ടാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കൊണ്ടുവരാത്തെന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്കും അതിനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്താണ് ഹോണ്ട ഇത്രയും കാലം താമസിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനൊരു വിരാമം ഇട്ടുകൊണ്ട് നിലവിൽ 2025 നമ്മുടെ ഇന്ത്യയിൽ ഓൾറെഡി ലോഞ്ചായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് വാഹനങ്ങൾ. ഹോണ്ട ആക്ടിവ ഇ എന്നൊരു മോഡലും അതുപോലെ തന്നെ ഹോണ്ട QC1 എന്ന് പറഞ്ഞൊരു മോഡൽ നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് 2025 ആദ്യ മാസങ്ങളിലേക്ക് അതിൻ്റെ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഈ രണ്ട് വണ്ടികളുടെ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഇന്ത്യയിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെടുന്ന ഒരു ഇലക്ട്രിക് വാഹനം, അതായത് ഇലക്ട്രിക് സ്കൂട്ടർ എന്നത് ഹോണ്ടയുടെ വണ്ടി ആകാനും ചാൻസ് ഉണ്ട്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ ഓൺ ആക്കുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞ പോലെ ഹോണ്ടയുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ, ഇതിന് മുമ്പ് യൂറോപ്യൻ കൺട്രികളിലും തായ്ലാൻഡിലും പോലുള്ള സ്ഥലങ്ങളിൽ ഇലക്ട്രിക് വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിലവിൽ ഇതുവരെ ഇല്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ആ രണ്ട് മോഡലാണ് നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ ലോഞ്ച് ആയിരിക്കുന്നത്. ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് ആക്ടിവ ഇ എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതുകൂടാതെ ആക്ടിവ QC1 എന്ന് പറഞ്ഞൊരു മോഡലൂടെ നമുക്ക് നിലവിൽ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇത്രയും കാലം വരാൻ താമസിച്ചു എന്നുള്ളതിൻ്റെ നോക്കി കഴിഞ്ഞാൽ, ഹോണ്ട ഒരിക്കലും എടുത്തിയാടി ഒരു കാര്യം ചെയ്യുന്ന കമ്പനിയല്ല. അവർ മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം നല്ലപോലെ പഠിച്ച് ഈ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നല്ലപോലെ ടെസ്റ്റ് ചെയ്തൊക്കെയാണ് ഹോണ്ട ഇന്ത്യയുടെ നിലവിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ഈ രണ്ട് മോഡൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ആക്ടിവ ഇ എന്ന് പറഞ്ഞ മോഡൽ അതുപോലെ QC1 എന്ന് പറഞ്ഞ മോഡൽ തമ്മിലുള്ള ഒരു കമ്പാരിസണും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ അതുപോലെ ഈ വീഡിയോ അവസാനം നമുക്ക് എന്തുകൊണ്ടാണ് ഹോണ്ടയുടെ ഈ രണ്ട് വാഹനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെടുന്ന വാഹനങ്ങളാകാൻ പോകുന്നതെന്നുള്ളതും ഈ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഹോണ്ട ആക്ടിവ ഇ എന്ന് പറയുന്ന ഒരു കട്ടിംഗ് എഡ്ജ് ഡിസൈനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. ഹോണ്ട ആക്ടിവയുടെ ഡിസൈൻ എലമെൻറ്റ് കൂടി ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ഹോണ്ട ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി സ്റ്റൈലിഷിംഗ് ആയിട്ടുള്ളൊരു മോഡേൺ വണ്ടിയായിട്ടാണ് നമ്മുടെ ഈ ഒരു ആക്ടിവ ഇ വന്നിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം. നമുക്കിതിൻ്റെ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു DRL നമുക്ക് ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റൈലിഷ് ആയിട്ടുള്ള LED ലൈറ്റ് ഒരു DRL കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഓൾ LED സിസ്റ്റമാണ് വണ്ടിയിൽ വരുന്നത്. അതായത് ഹെഡ്ലൈറ്റ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ഒക്കെ LED തന്നെയാണ് വരുന്നത്. ബാക്കിലായാലും ഫ്രണ്ടിലായാലും എല്ലാം LED തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ രാത്രിയിലൊക്കെ ഉള്ള പെർഫോമൻസിൽ കുറച്ചൊരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി ഹൈ എഫിഷ്യൻസി LED ആണ് ഈ വണ്ടിയിൽ ഹോണ്ട യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ കാണുന്നതിനറിയാം, ബാക്കിലായാലും ഫ്രണ്ടിലായാലും ഡിസൈനൊക്കെ വളരെ ക്യൂട്ടാണ്. ഈ LED ആയാലും വളരെ മനോഹരമായിട്ട് ഹോണ്ട ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത്, ഇതിൽ നമുക്ക് കിട്ടുന്നത് ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഡയമണ്ട് കട്ട് അലോയ് വീല് ഹോണ്ട ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലായിട്ടും ബാക്കിലായിട്ടും 12 ഇഞ്ച് വീലാണ് വരുന്നത്. അത് ഡയമണ്ട് കട്ട് അലോയ് വീലാണ് നമുക്ക് കിട്ടുന്നത്. കൂടാതെ നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കും കിട്ടുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് ഈ വണ്ടിയുടെ ഒരു ബാറ്ററിയുടെ പ്രത്യേകത. അതായത് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ബാറ്ററി വരുന്നത് 2 ബാറ്ററിയാണ് വരുന്നത്. അതും 1.5 കിലോവാട്ടിൻ്റെ 2 ബാറ്ററിയാണ് വരുന്നത്. ഈ 2 ബാറ്ററിയും കൂടെ നമുക്കൊരു 100 കിലോമീറ്റർ, അതായത് 102 കിലോമീറ്ററാണ് ഹോണ്ട ക്ലെയിം ചെയ്യുന്നൊരു മൈലേജ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഒരു 80 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് കയറാവുന്ന രീതിയിലാണ് ഹോണ്ട ഒരു വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് അതുപോലെ നമുക്ക് ഈ വണ്ടിയുടെ ബാറ്ററി ചാർജ് ചെയ്യണം എന്നുള്ളൊരു ടെൻഷനോട് നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ നിന്ന് ഒഴിവായി കിട്ടുന്നുണ്ട്. കാരണം ഇതൊരു സ്വാപ്പിംഗ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇന്ത്യയിൽ ഇപ്പം 2 സ്ഥലത്താണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്, ബാംഗ്ലൂരും അതുപോലെ തന്നെ ഡൽഹിയിലും. ബോംബെയിലൂടെ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പം ഇത് കേരളം അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരാൻ കുറച്ച് താമസിക്കുമെങ്കിലും ഉറപ്പായിട്ടും വരും, കുറച്ച് കാലതാമസം ഉണ്ടെങ്കിലും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ ബാറ്ററി ഫിക്സഡായിട്ട് നമുക്ക് വെക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സ്വാപ്പിംഗ് ടെക്നോളജിയാണ്. നമ്മുടെ വണ്ടിയുടെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ, ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള സ്വാപ്പിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്ന ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററി ഈസി ആയിട്ട് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. അതായത് ചാർജിങ്ങിൻ്റെ ആ ടൈം നമുക്ക് ഒഴിവാക്കി കിട്ടുന്നുണ്ട്. നമുക്കൊരു സ്മാർട്ട് കാർഡ് കിട്ടുന്നുണ്ട്. ആ കാർഡ് ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേഷൻ വരെ നമുക്ക് ഈ നമ്മുടെ കയ്യിലുള്ള ബാറ്ററി നിലവിലുള്ള സ്റ്റേഷനിൽ വെച്ചിട്ട് നമുക്ക് 2 ഫുൾ ചാർജ് ആയിട്ടുള്ള ബാറ്ററി നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഏകദേശം 1 മിനിറ്റിനുള്ളിൽ നമുക്കത്
മാറിയെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജി ആണെങ്കിൽ നമുക്ക് ബാറ്ററി ആയിട്ടുള്ള ആ ചാർജിങ്ങിൻ്റേതായിട്ടുള്ള ഒരു ടെൻഷനും ആ ഒരു സമയവും കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അത്രയും സമയം നമുക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഓൾ കേരള നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് ഒരു ചാർജിങ് ടൈം ഒഴിവാക്കിയിട്ട് ഇതുപോലെ സ്വാപ്പിംഗ് സ്റ്റേഷനിൽ ചെന്നിട്ട് സ്വാപ്പ് ചെയ്ത് നമുക്ക് ഈ റേഞ്ചോ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ലാതെ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ബാറ്ററിയുടെ സെറ്റപ്പ് ഹോണ്ട കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഒരു 7 ഇഞ്ച് ഡൈനാമിക് TFT ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഒരു ഷാർപ്പ് ഡിസ്പ്ലേ ആണ്. അതുപോലെ ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്പ്ലേ ഇത്ര ഷാർപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ നമുക്കൊരു മൊബൈൽ ആപ്പ് കണക്ട് ചെയ്ത് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള നാവിഗേഷൻസ്, അതുപോലെ നമുക്ക് കോൾസ്, മെസ്സേജ്, അങ്ങനെയുള്ള മൊബൈലിൻ്റെ ചാർജർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതാണ്. അത് കൂടാതെ നമുക്കൊരു മ്യൂസിക് കൺട്രോളർ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടാണ് മൊബൈൽ കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷൻസ് അടുത്തുള്ളത് നമുക്ക് പെട്ടെന്ന് നാവിഗേഷൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വണ്ടിയുടേതായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഈ ഒരു TFT ഡിസ്പ്ലേയിൽ നമുക്ക് അറിയാവുന്നതുമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ വണ്ടി വരുന്ന ഒരു സ്മാർട്ട് കീ ടെക്നോളജിയാണ്. നമ്മുടെ ഹോണ്ടയുടെ ആക്ടിവയിലൊക്കെ കാണുന്ന പോലെ സ്മാർട്ട് ടെക്നോളജി, ആ സെയിം ടെക്നോളജി നമുക്ക് ഈ ഒരു വണ്ടിയിലും കിട്ടുന്നുണ്ട്. അതായത് ആക്ടിവ എന്ന് പറഞ്ഞ മോഡൽ കിട്ടുന്നുണ്ട്. അതിൽ നമുക്ക് സ്മാർട്ട് ഫൈൻഡ്, സ്മാർട്ട് അൺലോക്ക്, സ്മാർട്ട് സേഫ്, സ്മാർട്ട് സ്റ്റാർട്ട് എങ്ങനെയുള്ള ആധുനികമായിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അത്രയും ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ 3 റൈഡിംഗ് മോഡാണ് ഹോണ്ട പ്രൊവൈഡ് ചെയ്യുന്നത്. എക്കോണമി, സ്റ്റാൻഡേർഡ്, സ്പോർട്സ് എന്ന് പറഞ്ഞ 3 റൈഡിംഗ് മോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3ൻ്റെയും പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ എക്കോണമി ആ ഒരു മോഡിൽ ഓടിക്കുന്ന സമയത്തായിരിക്കും ഈ വണ്ടിയുടെ മാക്സിമം മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. ഒരു നോർമൽ മോഡ്, അതായത് സ്റ്റാൻഡേർഡ് മോഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പവറും അതുപോലെ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നതാണ്. സ്മൂത്തർ ആക്സിലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അടുത്തായിട്ട് വരുന്നതാണ് സ്പോർട്സ് മോഡ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഈ പവറിനെ കുറച്ചൊരു എൻഹാൻസ് ചെയ്തിട്ട് കുറച്ചൊരു പവർ ഇൻക്രീസ് ചെയ്തിട്ടാണ് വരുന്നത്. ഷാർപ്പറായിട്ടുള്ള ഒരു ആക്സിലേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഈ സ്പോർട്സ് മോഡ് കിട്ടണം. അന്നേരം നമുക്ക് കിട്ടുന്ന റൈഡിങ് റേഞ്ച് ശകലം കുറവായിരിക്കും, എങ്കിലും വണ്ടിയുടെ പെർഫോമൻസ് കുറച്ച് ഹയർ ആയിരിക്കും. നമുക്ക് ആക്ടിവയുടെ മോട്ടറിനെ പറ്റി നോക്കിയാൽ ഒരു 6 കിലോ വാൾട്ടിൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള മോട്ടറാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു 80 കിലോമീറ്റർ വരെ ഒരു സ്പീഡിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റുന്നതാണ്. സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്വിക്ക് ആക്സലേഷൻ ആൻഡ് എഫർട്ട്ലെസ് റൈഡ് നമുക്ക് ഈ ഒരു മോട്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഒരു റിവേഴ്സ് മോഡൂടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലായിട്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിലായിട്ട് നമുക്ക് ഒരു മോണോഷോക്കും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഒരു 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്കാണ് ബാക്കിൽ കിട്ടുന്നതെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഈ പറയുന്ന ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കിട്ടുന്നത്. അതൊരു സ്മൂത്തറായിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഒരു 40 വാട്ടിൻ്റെ ഒരു USB-C പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ 2 പോക്കറ്റ്, ഫ്രണ്ടിലായിട്ട് 2 മൊബൈലൊക്കെ സൂക്ഷിക്കാവുന്ന രീതിയിലുള്ള 2 പോക്കറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫെൻഡർ നമുക്ക് കിട്ടുന്നുണ്ട്. ഫെൻഡറിൽ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു അഡീഷണൽ കോട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടി കിട്ടുന്നത് 5 കളർ വേരിയന്റിലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു പേൾ ബ്ലൂ കിട്ടുന്നുണ്ട്, മാറ്റ് ഗ്രേ കിട്ടുന്നുണ്ട്, അതുപോലെ പേൾ ബ്ലൂ ഒരു കുറച്ചുകൂടി ഒരു എഫിഷ്യൻ്റ് ആയിട്ടൊരു ബ്ലൂ കിട്ടുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പേൾ വൈറ്റ് എന്ന് പറയുന്ന ഒരു കളറോട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു 3 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്ററാണ് ഈ ഒരു വണ്ടിക്ക് ഹോണ്ട നൽകുന്ന വാറണ്ടിയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഒരു 3 ഫ്രീ സർവീസ് നമുക്ക് ഒരു വർഷത്തിൽ ഈ ഒരു വണ്ടിക്ക് ഹോണ്ട പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറയുന്നത് ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ്. 1.5 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണെന്ന് പറഞ്ഞു. ഈ ബാറ്ററി 2 നമുക്ക് IP65ൻ്റെ ഒരു റേറ്റിംഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ വണ്ടി 2 വേരിയൻ്റ് വരുന്നുണ്ട്. അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള മോഡൽ, ഇല്ലാത്തൊരു മോഡലും വരുന്നുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള മോഡലിനാണെങ്കിൽ 32 GB ഒരു സ്റ്റോറേജ് സ്പേസും 6 GB ഒരു റാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഈ വണ്ടി ഓപ്പറേഷൻ ചെയ്യുന്നത് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് ഓപ്പൺ സോഴ്സ് OS എന്ന് പറയുന്ന AOSP എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ ഒരു വണ്ടിയിൽ ഹോണ്ട യൂസ് ചെയ്യുന്നത്. കൂടാതെ ബാക്കിയുള്ള ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ താഴെ ഈ ഒരു വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നേരെ QC1ൻ്റെ ഒരു ഇതിലോട്ട് കിടക്കാം. അപ്പോൾ QC1 എന്ന് പറയുന്ന മോഡലാണ് നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തൊരു വണ്ടി.
ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പം നമുക്ക് നിലവിൽ ഇപ്പോൾ ഈ ജനുവരി 1 തൊട്ട് ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും അതുപോലെ സെയിലും കാര്യങ്ങളൊക്കെ ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓൾ ഓവർ ഇന്ത്യയിൽ QC1 എന്ന് പറയുന്ന മോഡലായിരിക്കും. അപ്പോൾ ആക്റ്റീവ ഇയിൽ നിന്ന് നോക്കിയാൽ ചെറിയ ചെറിയ ഡിസൈൻ്റെ എലമെൻറ്റിൽ മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അതായത് ഫ്രണ്ടിലായിട്ട് വരുന്ന ആ ഒരു DRL നമുക്ക് ഈ ഒരു QC1ൽ വരുന്നില്ല. അതുപോലെ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ് വീലും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഏറ്റവും എടുത്തു വരേണ്ട ഒരു പ്രത്യേകത, നമുക്ക് ഇത് സ്വാപ്പിംഗ് ബാറ്ററി അല്ല വരുന്നത്, ഫിക്സഡ് ആയിട്ട് വരുന്ന ഒരു 1.5 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു അഡീഷണൽ ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്റ്റീവ ഇ എന്ന് പറഞ്ഞ മോഡലിൽ നമുക്ക് ഫിസിക്കലി ഒരു ചാർജിങ് സെറ്റപ്പ് വരുന്നില്ല എങ്കിലും ഇതിൽ നമുക്ക്, അതായത് QC1ൽ ഒരു ചാർജിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലായിട്ടും ബാക്കിലായിട്ടും ഇൻഡിക്കേറ്റേഴ്സൊക്കെ LED തന്നെയാണ് വരുന്നത്. അത് നല്ല പവർഫുൾ ആയിട്ടുള്ള ആ ലൈറ്റും കാര്യങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ഫ്രണ്ടിലായിട്ട് 12 ഇഞ്ച് വീൽ വിത്ത് ട്യൂബ്ലെസ് ടയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അലോയ് വീലും വരുന്നുണ്ട്. ഡയമണ്ട് കട്ട് അലോയ് വീലും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ബാക്കിലായിട്ട് നമുക്ക് വരുന്നത് ഒരു 10 ഇഞ്ച് വീലാണ് വിത്ത് ഈ വണ്ടി ആക്റ്റീവ ഇയെക്കാട്ടി വ്യത്യാസം വരുന്നത്. ഇത് നമുക്ക് വരുന്നത് ഒരു ഹബ് മോട്ടറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇതിൽ നിന്ന് മെയിനായിട്ട് വ്യത്യാസം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിസൈൻ എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ സെയിം തന്നെയാണ്, കാണാനും ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. ബോഡി കളറിനോട് ചേർന്ന് കിട്ടുന്ന മിററും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയൊരു വ്യത്യാസം ഡിസൈനിൽ വരുന്നത് ടെയിൽ ലാമ്പിലാണ്. ടെയിൽ ലാമ്പ് ആക്റ്റീവ ഇയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ബൈക്കിലൊക്കെ കാണുന്ന പോലുള്ള ഒരു സെറ്റപ്പിലാണ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിലായിട്ട് QC1 എഴുതിയേക്കുന്ന ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റൈലിഷ് കൂട്ടാൻ വേണ്ടിയിട്ടൊരു ക്യാരിയറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഫിക്സഡ് ആയിട്ടൊരു ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഈ QC1ൽ. ഇത് നോക്കിയാലും അത് ലിത്തിൻ അയൺ ബാറ്ററി തന്നെയാണ് വരുന്നത്. അതിൽ മാറ്റമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ നമുക്ക് 330 വാട്ടിൻ്റെ ഒരു ഓഫ് ബോർഡ് ഹോം ചാർജറും കാര്യങ്ങളൊക്കെ ഹോണ്ട നമുക്ക് ഈ ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് കുത്തിയിട്ടിട്ട്, അതായത് ചാർജ് ചെയ്തിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആയാൽ ഓട്ടോമാറ്റിക് കട്ടാകുന്ന ഒരു ടെക്നോളജിയും ഈ ഒരു ബാറ്ററി, അത് ഈ ഒരു ചാർജറിൽ ഹോണ്ട കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേക 0 to 80% ചാർജ് ചെയ്യാൻ വേണ്ടി ഏകദേശം 4.5 മണിക്കൂർ ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 0 to 100% എന്ന് പറയുന്നത് ഏകദേശം 6 hours 50 minutes നമുക്ക് എടുക്കുന്നുണ്ട് ഇതൊരു ഫുൾ ചാർജ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി ഇതുപോലെ കുത്തിയിട്ടിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഈ ഒരു ചാർജർ കട്ടായി പിന്നെ ചാർജും കാര്യങ്ങളൊന്നും കരുതാം. അപ്പോൾ അങ്ങനെ ഒരു കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഹോണ്ട സേഫ്റ്റിയുടെ ഭാഗത്ത് ഈ ഒരു വണ്ടിയിൽ കൊടുക്കുന്നുണ്ട്. QC1ൽ നമുക്കൊരു ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് 5 ഇഞ്ചിൻ്റെ ഒരു LCD ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെയുള്ള ഈ ഒരു മീറ്ററിൽ, ഡിജിറ്റൽ മീറ്ററിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഇപ്പോൾ 2 റൈഡിംഗ് മോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊരു അപ്പ് മോട്ടർ ആയതുകൊണ്ട് തന്നെ 2 റൈഡിംഗ് മോഡുകളൊക്കെ കൊടുക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡും അതുപോലെ എക്കോണമി എന്ന് പറഞ്ഞാൽ 2 റൈഡിംഗ് മോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഈ പറഞ്ഞ ടെക്നോളജികൾ, റിവേഴ്സ് മോഡ്, ചാർജറിൻ്റെ ഇൻഫർമേഷൻ, അങ്ങനെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നമുക്ക് അറിയേണ്ടതായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അടങ്ങിയിട്ടുള്ള ഒരു മീറ്ററും നമുക്കിതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്വിച്ചസ് ഒക്കെ നോക്കിയാൽ നമുക്ക് ആക്റ്റീവയിൽ കാണുന്ന പോലെയുള്ള ആ ഒരു അതേ ക്വാളിറ്റിയുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഒരു 40 വാട്ടിൻ്റെ USB-C പോർട്ട് നമുക്ക് ഈ ആക്റ്റീവ ഇയിൽ പറഞ്ഞ പോലെ സെയിം തന്നെ ഇതിലും കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതാണ് നമുക്ക് ഇതിൻ്റെ ഒരു സീറ്റ് അണ്ടർ സ്റ്റോറേജ്, ഏകദേശം 26 ലിറ്റർ സീറ്റ് അണ്ടർ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഹോണ്ട ഈ ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്കും 5 കളർ വേരിയൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്കിതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെഹിക്കിളിന് ഒരു വാറണ്ടി വരുന്നത് 3 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ തന്നെയാണ്. ചാർജറിനും സെപ്പറേറ്റ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ 3 വർഷം 50,000 കിലോമീറ്റർ ചാർജറിനും കിട്ടുന്നുണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബാറ്ററിയുടെ വാറണ്ടിയാണ്. അതിന് നമുക്ക് 3 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ വാറണ്ടിയും കാര്യങ്ങളെല്ലാം ഹോണ്ട പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പേടിയോ കാര്യങ്ങളൊന്നും ഇതിപ്പോൾ പെട്ടെന്ന് ഇത് മാറേണ്ടി വരുമോ എന്നുള്ള പേടിയോ കാര്യങ്ങളൊന്നും വേണ്ട. കാരണം 3 വർഷം ഓൾറെഡി വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ആദ്യത്തെ 1 വർഷം 3 ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ ഹോണ്ട പ്രൊവൈഡ് ചെയ്യുന്നതുമുണ്ട്. അതുപോലെ നമുക്ക് ഈ 2 വാഹനങ്ങളും ആദ്യത്തെ ഒരു വർഷത്തേക്ക് നമുക്ക് RSA എന്ന് പറയുന്ന റോഡ് സൈഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ തരുന്നുണ്ട്. അത് എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റി ഒരു വണ്ടി ഡാമേജ് വല്ലതും പറ്റി പോവുകയാണെങ്കിൽ അടുത്തുള്ള ഷോറൂമിൽ വരെ എത്തിച്ചു കൊടുക്കാനുള്ള ടെക്നോളജി, ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഹോണ്ട ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള ടെക്നോളജി അതുപോലെ എല്ലാം ഉൾക്കൊള്ളിച്ചാണ് ഹോണ്ട ഇത്രയും പഠിച്ചിട്ട് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഈ ആക്റ്റീവ ഇ എന്നുള്ള മോഡൽ QC1 എന്നുള്ള ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ നിലവിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് QC1ൻ്റെ 1.5 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി വെച്ച് മാക്സിമം കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 80 കിലോമീറ്ററാണ്. നമുക്കൊരു ടോപ്പ് സ്പീഡ് എടുക്കാൻ പറ്റുന്നത് മാക്സിമം 50 കിലോമീറ്ററുമാണ്.
അതുപോലെ തന്നെ 0 to 40 കിലോമീറ്റർ നമുക്ക് എടുക്കാൻ വേണ്ടി ഏകദേശം 9.4 സെക്കൻഡ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. മാക്സിമം ടോർക്ക് നമുക്കിതിൽ കിട്ടുന്നത് 77 Nm ടോർക്കാണ്. അതുപോലെ നമുക്ക് QC1 ഡിസ്ക് ബ്രേക്കോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. ഫ്രണ്ടിലായിട്ടും ബാക്കിലായിട്ടും നമുക്ക് ഡ്രം ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഫ്രണ്ടിലായിട്ട് നമുക്ക് 130 mm ഡ്രം ബ്രേക്കും ബാക്കിലായിട്ട് നമുക്ക് 110 mm ഒരു ഡ്രം ബ്രേക്കാണ് കിട്ടുന്നത്. ഫ്രണ്ടിലായിട്ട് നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിലായിട്ട് നമുക്ക് 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഹൈഡ്രോളിക് സസ്പെൻഷനാണ് കിട്ടുന്നത്. അത് ഡ്യുവൽ ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് കിട്ടുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഒരു പേടിയ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നമുക്ക് ഫ്രണ്ടിലായിട്ടൊരു 1.45 ലിറ്ററിൻ്റെ ഒരു ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ലിഥിയം അയൺ ബാറ്ററി തന്നെയാണ് കിട്ടുന്നത്. നമുക്കിതിനും ഒരു IP67 ഒരു വാട്ടർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ മുൻതൂക്കം ഹോണ്ടയുടെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. നോർമലി എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വണ്ടി ഇന്ത്യയിൽ ഇനിയും ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെടാൻ പോകുന്നൊരു വാഹനം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഹോണ്ടയുടെ ഒരു ഇതെന്തെന്ന് വെച്ചാൽ ഹോണ്ടയുടെ ഒരു വിഷൻ എന്തെന്ന് വെച്ചാൽ ഇതുവരെ ഒരു പെട്രോൾ സ്കൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഹോണ്ടയുടെ നിലവിലുള്ള വാഹനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ സർവീസിൽ നമുക്ക് മറ്റുള്ള വാഹനം നോക്കിക്കഴിഞ്ഞാൽ സർവീസ് അവർ അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല. സെയിൽസ് മാത്രമായിരിക്കും. എത്ര വണ്ടി മാക്സിമം സെയിൽ ചെയ്യാമെന്നുള്ളത് മാത്രം കമ്പനികൾ നോക്കുന്നതിൽ ഹോണ്ട നേരെ തിരിച്ചാണ്. ഒരു വാഹനം എങ്ങനെ സെയിൽ ചെയ്യുന്നു എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ ആഫ്റ്റർ സെയിലും അതുപോലെ സർവീസും കാര്യങ്ങളെല്ലാം ഹോണ്ട അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഹോണ്ടയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ഇത്രയുള്ള കാലം ഇന്ത്യയിൽ ഒട്ടാകെ ഏകദേശം ഒരുപാട്, അതായത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സർവീസ് സ്റ്റേഷൻസ് ഹോണ്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മറ്റുള്ള ഒരു ഇലക്ട്രിക് കമ്പനി അതായത് ഒരു ന്യൂജൻ കമ്പനി, അതായത് നമുക്ക് സ്റ്റാർട്ടപ്പ് എന്ന് പറയാം, അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളൊക്കെ വരുന്ന സമയത്ത് പോലും നമുക്ക് സർവീസിൻ്റെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് പല കമ്പനികളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെടുന്ന ഒല ആയിക്കോട്ടെ, എല്ലാം ഒലയായാലും ഏതായാലും ബാക്കിയുള്ള കമ്പനികൾ ഏതായാലും സർവീസിൻ്റെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. വണ്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഡാമേജ് പറ്റിയാലൊക്കെ നമുക്ക് സർവീസിന് കൊടുത്താൽ തിരിച്ച് കിട്ടുന്ന താമസമൊക്കെ നമുക്ക് എല്ലാവർക്കും അപ്പം നിലവിൽ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം നിലവിൽ എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറിനും ഇപ്പം നിലവിൽ ബാധകമായിട്ടുണ്ട്. എന്നാൽ ഹോണ്ടയുടെ കാര്യത്തിലോട്ട് വരുമ്പം ഇത്രയും സർവീസ് സ്റ്റേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് കാരണം നമുക്ക് ഈ ഒരു സർവീസിൻ്റെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത്രയും ഷോറൂമുകളിലോട്ട് ഇത്രയും വണ്ടി ബൾക്കായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ സർവീസിൻ്റെ എല്ലാ ടെക്നോളജിപരമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാ ടെക്നീഷ്യന്മാർക്കും ഹോണ്ട തീർച്ചയായിട്ടും കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു പേടി വേണ്ട. സർവീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട. കാരണം 100% വാറണ്ടി, അതായത് ഇത്രയും കാലതാമസം എടുത്ത് ഹോണ്ട ഇതെല്ലാം പഠിച്ച് മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് ഇപ്പോൾ നിലവിൽ വണ്ടി ഇറക്കുന്നത് ഈ ഒരു സർവീസ് അത്രയും ബെറ്ററാക്കി അവർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് കൊണ്ടാണ്. അപ്പം സർവീസിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. വേറെ ഒരു ഇലക്ട്രിക് വാഹനം എടുത്ത് ബുദ്ധിമുട്ടുന്ന പോലുള്ള ഒരു ബുദ്ധിമുട്ട് ഹോണ്ടയുടെ വാഹനങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട. ഒന്ന് സർവീസിന്. പിന്നെ വരുന്നത് റേഞ്ചിൻ്റെ കാര്യത്തിൽ വലിയൊരു ഇതിൽ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ നിൽക്കുന്നത് അത് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള വാഹനങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാലും ഏകദേശം ഒരു ആവറേജ് ഇന്ത്യൻ ആൾക്കാർ നമുക്ക് യൂസ് ചെയ്യുന്നത്, അതായത് ഒരു കോമൺ ഫാമിലി മാൻ എന്ന് പറയുന്നത് വാഹനം എടുക്കുന്നത് ഏകദേശം ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 50 താഴെ കിലോമീറ്ററാണ് ഒരു നോർമലായിട്ടുള്ള ആൾക്കാർ വണ്ടി യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് വണ്ടി ആയാലും നോർമൽ വണ്ടി ആയാലും യൂസ് ചെയ്യുന്നത് ഇത്രയും കിലോമീറ്റർ. അതുകൊണ്ടാണ് റേഞ്ചിൻ്റെ കാര്യത്തിൽ ഹോണ്ട ഒരു 102 അല്ലെങ്കിൽ QC1 എന്ന് പറഞ്ഞ മോഡൽ 80 കിലോമീറ്ററുടെ പരിധി കൊടുത്തിരിക്കുന്നത്. അതിനൊരു കാരണം എന്ന് വെച്ചാൽ 80% ആൾക്കാരും ഏകദേശം ഒരു 50 കിലോമീറ്റർ താഴെ ദിവസം വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ റേഞ്ച് എന്നുള്ളത് ഒരു പ്രശ്നമേ ആയിട്ട് വരുന്നില്ല. പിന്നെ വരുന്ന ബാക്കിയുള്ള ആൾക്കാരാണ് ഏകദേശം ഒരു 15% ആൾക്കാരാണ് ഒരു ദിവസം ഒരു 60-70 കിലോമീറ്റർ കൂടുതൽ ഓടിക്കുന്നത്. അതിലും നമുക്കൊരു 5% ആൾക്കാർ മാത്രമാണ് ഡെയിലി ഒരു വണ്ടി കൊണ്ട് 100 കിലോമീറ്റർ അധികം കവർ ചെയ്ത് ഓടിക്കുന്നത്. ഒരു 5% ആൾക്കാരാണ്. അപ്പോൾ ആ 5% ഒരു 15% ആൾക്കാർ, ഒരു 20% ആൾക്കാരും വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് 80% ആൾക്കാരിലാണ്. ആ ഒരു ഫോക്കസാണ് ഹോണ്ട ഇതിൽ കൊടുത്തിരിക്കുന്നത്. 80% ആൾക്കാരും ഈ ഒരു 50 കിലോമീറ്റർ താഴെ ഓടിക്കുന്നത് കൊണ്ട് തന്നെ ഈ റേഞ്ച് എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് ഒരു ഘടകമായിട്ട് വരുന്നതേ ഇല്ല. കാരണം അവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റേഞ്ചാണ് ഹോണ്ട ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു സർവീസ് സെറ്റപ്പും സെയിൽസിൻ്റെ ആൾക്കാരും, അതായത് സെയിൽസിൻ്റെ ടീമും ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നല്ലതായിട്ട് സെയിൽ ചെയ്യുന്ന വാഹനം ഹോണ്ടയുടെ വാഹനങ്ങളാണ്. സ്കൂട്ടർ സെഗ്മെൻറ്റിൽ ആ ഒരു സെഗ്മെൻറ്റിലോട്ട് നമ്മുടെ ഈ ഒരു QC1 അല്ലെങ്കിൽ ആക്റ്റീവ എന്ന് പറഞ്ഞ മോഡൽ ഇറക്കുമ്പോൾ അത്രയും സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇത്രയും വണ്ടി ബൾക്കായിട്ട് ഇറക്കുന്ന സമയത്ത് അവർക്ക് ഇതിൻ്റെ സെയിലും അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിലവിൽ മറ്റുള്ള കമ്പനികൾ ഏതൊക്കെ വണ്ടി എങ്ങനെയൊക്കെ ആഞ്ഞു ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഹോണ്ട ഈ ഇറക്കാൻ പോകുന്ന വണ്ടിയുടെ 7000 പോലും ഇനി എത്താൻ വേറൊരു കമ്പനികൾക്കും, അതായത് എത്ര വലിയ ഫീച്ചേഴ്സ് കൊണ്ടുവന്നാലും പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും വലിയ ഒരു
ടീം ഹോണ്ടയുടെ ഭാഗത്ത് നമ്മുടെ ഇന്ത്യയിൽ നിലവിലുണ്ട്. കേരളത്തിലാണെങ്കിൽ പോലും ഒരു വലിയ ടീം, ഹോണ്ടയുടെ വലിയൊരു ടീം കേരളത്തിൽ നമുക്കുണ്ട്. നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിൽ പോലും ഏകദേശം 12-13 ഷോറൂം തന്നെ നമുക്ക് മുത്തൂറ്റ് ഹോണ്ടയുടെ ഭാഗത്ത് തന്നെ വരുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള സ്ഥലങ്ങൾ നോക്കിയാൽ അതുപോലെ തന്നെ ഹോണ്ടയുടെ ഷോറൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ സെയിൽസ് ആയാലും സർവീസ് ആയാലും ഈ ഒരു കേരളത്തിൽ എവിടെ ചെന്നാലും നമുക്ക് ഇതിന് കിട്ടുന്നതുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യാൻ പോകുന്ന ഒരു വാഹനം ഹോണ്ടയുടെ ആക്ടിവ ഇ എന്ന് പറഞ്ഞ മോഡലും അതുപോലെ QC1 എന്ന് പറഞ്ഞ ഈ 2 മോഡലുമാണ്. ഇപ്പോൾ 2024 നവംബർ 27 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഈ ഒരു വാഹനം, ഇതിന്റെ ഒരു ബുക്കിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. ഏകദേശം ഫെബ്രുവരി അവസാനമൊക്കെ ആകുമ്പോഴത്തേന് വണ്ടി ഏകദേശം നമുക്ക് ആൾക്കാർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഈ ജനുവരി ഫസ്റ്റോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് ഈ ഒരു വാഹനം എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ഷോറൂമിൽ നമ്മുടെ മുത്തൂറ്റ് ഹോണ്ടയുടെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ പത്തനംതിട്ട ജില്ലയിൽ എവിടെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവോ അല്ലെങ്കിൽ വണ്ടി കാണാനോ പരിചയപ്പെടാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിലും ഞാൻ ഈ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുകൂടാതെ നമുക്ക് 1-ാം തീയതി തൊട്ട് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബുക്കിംഗ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് സെയിലിന്റെ. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ബുക്ക് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ തരുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള അവസരം കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഈ ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളൊക്കെ നമുക്ക് നിലവിൽ ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ വണ്ടി വാങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇത്തരം നമ്പറിൽ വിളിച്ച് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ 1-ാം തന്നെ എടുക്കുവാണെങ്കിൽ അതിനുള്ള അവസരം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയ ശേഷം ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതാണ്. അതുപോലെ കയറ്റമൊക്കെ കയറ്റി നോക്കുന്നതാണ്. ബാക്കിൽ പില്ലിനെ വെച്ചിട്ട് നമുക്ക് ഓടിച്ചു നോക്കണം എങ്ങനെയുണ്ട് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ഒരു QC1നെയും ആക്ടിവ ഇയെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആക്ടിവ ഇ എന്ന് പറഞ്ഞ മോഡൽ നമുക്ക് കുറച്ച് കാലതാമസം എടുത്തേക്കാം നമ്മുടെ കയ്യിൽ കേരളത്തിലോട്ട് വരുമ്പോഴത്തേന്. എന്നാൽ നമുക്ക് QC1 എന്ന് പറഞ്ഞ മോഡൽ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ആദ്യം തന്നെ കിട്ടി തുടങ്ങും. അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.